യുമിനെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നാലുപാടും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്ത് നമുക്ക് യുമിനിയെ കാണിക്കുകയാണ്. അവളാകെ മഴയെല്ലാം കൊണ്ട് നനഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിങ്ങനെ നടക്കുക. അപ്പണ്ട് ഒരാൾ വന്ന് അവളുടെ അടുത്ത് ചെറുതായിട്ട് മുട്ടുക. എങ്ങോട്ടാ ഈ രാത്രി തനിച്ചു പോകുന്നേ, എന്റെ കൂടെ പോരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവളയാളെ തട്ടി മാറ്റിയതും ഓ എവിടുന്ന് വരുന്നു ഇതൊക്കെ അഗ്ലി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവളെ അയാൾ അഗ്ലി എന്ന് വിളിച്ചതും അവൾക്ക് ഈ പഴയ ഓർമ്മകളൊക്കെ വരികയാണ്. അയുമ്മയുടെ ശരീരവും അവളുടെ ജീവിതവും എല്ലാം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടും ഇപ്പോഴും ആ പഴയ യുമിനി തന്നെയാണ്. ആളുകൾ പണ്ട് എങ്ങനെ തന്നെ അഗ്ലി എന്ന് വിളിച്ചോ ഇപ്പോഴും അത് തന്നെ വിളിക്കുന്നു. അവളാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടുന്ന് നേരെ മറ്റേ ലേഡിയുടെ വീട്ടിലേക്ക് പോവാണ്. കൊഷീറോ സജസ്റ്റ് ചെയ്ത പ്ലാനിനെ കുറിച്ചെല്ലാം കേട്ട് അവരും ഇത് കുഴപ്പമില്ലല്ലോ, നല്ല പദ്ധതി തന്നെയാണ്, ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും തന്നെ തോന്നുന്നു. അല്ല നീ എന്താ പറഞ്ഞത്, നീ ഇതിന് ഓക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പണ്ട് യുമിനി ഓക്കെ പറയാനോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നേടിയെടുത്തത്, വീണ്ടും ആ പഴയ ലൈഫിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാണ്. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, നിന്നെ പോലെ എന്റെ പഴയ ജീവിതം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ലേഡി അവരുടെ ബാക്ക് സ്റ്റോറി പറയാണ്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ജനിച്ചത്. പണമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാം മാറി മറിയുമെന്നാ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഒരു വെൽത്തിയായ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിട്ട് ഞാൻ ബോഡി സ്വിച്ച് ചെയ്തത്. അവൾക്കും അവളുടെ ലൈഫ് ഇഷ്ടമായിരുന്നില്ല. എല്ലാം അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത്. സ്വർണ്ണക്കൂട്ടിലെ കിളിയെ പോലെയാണ് എനിക്കും നിന്നെ പോലെ ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം, നിന്റെ ലൈഫാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ആ ബോഡി സ്വിച്ചിങ്ങിന് സമ്മതിക്കായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും പഴയ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് യുമിനി ചോദിക്കുകയാണ്. അപ്പൊ അവര് ആ കാര്യം ചോദിക്കാതെ തന്നെ നിനക്ക് അറിയില്ലേ എന്ന് പറയാണ്. എത്ര തന്നെയായാലും നമുക്ക് മറ്റൊരാളായിട്ട് ജീവിക്കാൻ കഴിയില്ല, നമ്മൾ തന്നെയായിരിക്കും. എല്ലാവർക്കും താനായിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങളും തിരിച്ച് ബോഡി സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അതെങ്ങനെ അവസാനിച്ചു എന്ന് നീയും കണ്ടതല്ലേ. എനിക്കെന്റെ പഴയ ശരീരത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ എന്റെ ശരീരത്തിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഞാനിപ്പോഴും എല്ലാം ഉണ്ടായിട്ടും തനിച്ചാണ്. നീയും ഇതുപോലെ വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ നീയും ഈ ലോകത്ത് തനിച്ചായി പോകും യുമിനി എന്ന് പറയാണ്. തന്നെ കൊണ്ട് ഒരിക്കലും അയൂമിയായിട്ട് മാറാൻ കഴിയില്ല, താൻ ഇപ്പോഴും ഉള്ളുകൊണ്ട് ആ പഴയ യുമിനി തന്നെയാണ് എന്ന് പറഞ്ഞ് ആകപ്പാടെ വിഷമിച്ച ഒരുമാതിരിയായിട്ട് അവളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പണ്ട് സിറ്റിയിൽ മുഴുവനും അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് മൊത്തം അയൂമി അയൂമി എന്ന് വിളിച്ച് ഇവിടെ തേടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. പക്ഷെ അവർ തേടുന്നതൊന്നും എന്നെയല്ലല്ലോ, അവർക്ക് അയൂമിയല്ലേ വേണ്ടത്, അവരന്വേഷിക്കുന്നത് അയൂമിയല്ലേ എന്ന് പറഞ്ഞ് ഇവളാകെ വിഷമിക്കുകയാണ്. ഇന്നേരം ഇവിടെ അയൂമിയും യുമിനിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അവളുടെ യഥാർത്ഥ അമ്മയെ കാണുന്നത്. അവരുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു. അയൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചോ ഉറക്കമൊന്നുമില്ലാതെ അവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യുമിനിയുടെ ശരീരത്തിലായതുകൊണ്ട് അവർക്ക് തിരിച്ചറിയുന്നുമില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ, നിങ്ങൾ ഇത്രയും രാത്രിയായിട്ടും എന്റെ മോൾക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക, അവൾ പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും ഞാൻ പോയി നോക്കി, അവൾ അവിടെ ഒന്നുമില്ല. അവൾ ഒരുപാട് വിഷമം ഉണ്ടാകുമ്പോൾ എവിടെയൊക്കെ പോകുമോ, ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചു എന്നവർ പറയാണ്. അപ്പോഴാണ് അയ്യുമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അവൾ വേഗം അവരെ സമാധാനിക്കുകയും അയ്യുമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ അവർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നേരെ യുമിനിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുന്നത് അയൂമിയാണ്, യുമിനിയല്ല. യുമിനിക്ക് ഇങ്ങനെ വിഷമം വന്നു വെച്ചാൽ അവൾ എന്തായിരിക്കും ചെയ്യുക, അവൾ എവിടെയായിരിക്കും പോവുക എന്നൊക്കെ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, അവളുടെ അമ്മ. അയൂമി നേരെ യുമിനിയുടെ വീട്ടിലേക്ക് പോവുകയും അവളുടെ അമ്മയുടെ അടുത്ത് കാര്യം ചോദിക്കുകയും ചെയ്യാണ്. ഞാനിപ്പോ പറയാൻ പോകുന്നത് വിഡ്ഢിത്തമായിട്ട് തോന്നാം, പക്ഷെ ഇത് സത്യമാണ്. എന്റെ പേര് അയൂമി കൊഹിനാറ്റ എന്നാണ്, ഞാൻ യുമിനിയല്ല. യുമിനി ഇപ്പോൾ ഉള്ളത് എന്റെ ശരീരത്തിലാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി സ്വിച്ച് ചെയ്തു. എന്നാൽ ഇപ്പോൾ യുമിനെ കാണാനില്ല. അവളെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അവളുടെ ജീവൻ എന്നെ ആപത്താണ്. അവൾ അന്വേഷിച്ചിട്ട് എവിടെയും കാണുന്നില്ല. അവൾ എവിടെയാ ഉണ്ടാകാന്ന് അമ്മയ്ക്ക് അറിയോ? ഒരുപാട് വിഷമം ഉണ്ടാകുമ്പോൾ അവൾ എവിടെ പോയിരിക്കാന്ന് അമ്മയ്ക്ക് അറിയോ? അമ്മയുടെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടാവില്ല, അത് എവിടെയാണെന്ന് എൻ്റെ അടുത്തൊന്ന് പറ എന്ന് പറയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അവര് നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് വല്ല വട്ടമുണ്ട്, മാറി നിൽക്കാം അങ്ങോട്ട്, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് തള്ളിവിടുകയും അവളെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യാണ്. അവരൊരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും അവർ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അയ്യോമിയും ആകെ നിരാശപ്പെട്ട് ശരിയമ്മ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ എന്തൊക്കെയോ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കും ആകെപ്പാട് എന്തോ പോലെ തോന്നുകയാണ്. അവളുടെ ഈയിടെയായിട്ടുള്ള ബിഹേവിയറിലും എല്ലാത്തിലും ഒരുപാട് മാറ്റമുള്ളത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുള്ളതായിട്ട് അവർക്ക് തോന്നുകയാണ്. അവരവളുടെ അടുത്ത് അകാറ്റ്സുക്കി ഫോറസ്റ്റ് എന്ന് പറയാണ്. യുമിനി പോകാനിടയുള്ള സ്ഥലമായിരുന്നു അത്. അയുമി വേഗം അവരുടെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പം അയ്യൂമിയും കാഗിയും കുഷിരും കൂടിയിട്ട് ആ അക്കാച്ചുക്കി എന്ന് പറഞ്ഞ കാടിൻ്റെ മാപ്പൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക. ഇതിത്തിരി വലിയ കാടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോയി സെർച്ച് ചെയ്യാം. ഞാനും കാഗ്യം ചെന്ന് അന്വേഷിക്കുക, തൽക്കാലം അയ്യൂമി നീ വീട്ടിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞ് അയ്യൂമിയുടെ അടുത്ത് തിരിച്ചു പോകാനായിട്ട് പറയാണ്. പക്ഷെ അവള് ഇല്ല, ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വരാൻ, ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, ഞാനും അവളെ അന്വേഷിക്കുക എന്ന് പറയാണ്. അപ്പൊ കുഷീര അവളുടെ അടുത്ത് അയ്യൂമി നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് ഇരുട്ട് പേടിയല്ലേ, ഒന്നാമത് രാത്രിയും കാടിനകം മുഴുവൻ കൂരിരുട്ടായിരിക്കും, അത് ആപത്താണ്, നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ അവളെ കണ്ടെത്തിയതിന് ശേഷം നിന്നെ വിളിച്ചോളാം എന്ന് പറയാണ്. പക്ഷെ അയ്യൂമി അതൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കാഗ്യം കൂടെ പറഞ്ഞിട്ട് കുഷീരയെ കൺവിൻസ് ചെയ്തിട്ട് അയ്യൂമിനെയും കൂടെ കൂട്ടാണ്.
അങ്ങനെ ഇവര് 3 പേരും ഓരോ വഴിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് യുമിനെ അന്വേഷിക്കാൻ തുടങ്ങി. പാവം യുമി ആ ഇരുട്ടത്ത് ഒരുപാട് പേടിച്ചിട്ടായിരുന്നു നടന്നത്. എവിടെയോ കാല് തടഞ്ഞ് അവള് വീഴുന്നുമുണ്ട്. ലൈറ്റ് ആണെങ്കിൽ കുറച്ച് ദൂരെ പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച് എങ്ങനെയൊക്കെയോ തപ്പിപ്പൊത്തി അവൾ ലൈറ്റ് എടുക്കുകയാണ്. ആ ലൈറ്റ് കയ്യിൽ കിട്ടിയപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് അവൾക്ക് ഈ ഇരുട്ടിന് പേടിയാകാൻ കാരണം ആ കുട്ടിക്കാലത്ത് അവൾ ആ ബോക്സിനുള്ളിൽ പെട്ടുപോയ സമയത്ത് താൻ എപ്പോഴും ഇനി ഇതിനകത്ത് തന്നെ കുടുങ്ങിയാലോ, ആരും തന്നെ കണ്ടുപിടിക്കില്ലെങ്കിലോ, ഈ ഇരുട്ടിനുള്ളിൽ തന്നെ താൻ പെട്ടുപോയാലോ എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു. അപ്പൊ അതേ പേടി തന്നെയായിരിക്കില്ലേ യുമിനിക്ക് ഉണ്ടാകുക. ഇത്രയും കാലം ആരുടെ അടുത്തും മിണ്ടാതെ പറയാതെ ഒറ്റയ്ക്ക് ഇരുട്ടിത്തിരിക്കുന്ന പോലെ തന്നെയായിരുന്നില്ലേ അവളുടെ അവസ്ഥയും. അവൾ എത്രത്തോളം പേടിച്ചിട്ടുണ്ടാകും എന്ന് അയൂമി മനസ്സിലാക്കുകയാണ്. അയൂമി മെല്ലെ എണീറ്റ് വീണ്ടും യുമിനെ തേടാൻ തുടങ്ങി. അപ്പോഴാണ് കാടിന് നടുവിലായിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണുന്നത്. അത് ഈ വാനനിരീക്ഷണത്തിനോ മറ്റോ ഉള്ളതാണെന്ന് തോന്നുന്നു. യുമിനിയും കൊണ്ട് പണ്ട് അവളുടെ അച്ഛൻ ഇവിടേക്ക് വരുമായിരുന്നത്രേ. അയൂമി പതുക്കെ അതിനകത്തേക്ക് കയറുകയാണ്. അവിടെ ആകെ മൊത്തം ഇരുട്ടായിരുന്നു. അവൾ ചുറ്റും നോക്കുമ്പോഴാണ് അതിന്റെ ഒരു മൂലയ്ക്ക് ആരും അറിയാതെ അവിടെ തന്നെ കിടക്കുകയാണ് യുമിനി. യുമിനി ഇനി ഓക്കെ അല്ലേ എന്ന് വിളിച്ചിട്ട് അയൂമി ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയൂമിയെ കണ്ടതും യുമിനി ആകെ ഞെട്ടുകയും നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ആ മുഖം വെച്ച് എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞ് ഒരുമാതിരി ഭ്രാന്തമായിട്ട് അവളുടെ അടുത്ത് പെരുമാറാണ്. അയൂമി അവളുടെ അടുത്ത് നിനക്ക് എന്താ പറ്റിയത്, നീ ഓക്കെ അല്ലേ, നിന്നെ എല്ലാവരോടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അല്ല അങ്ങനൊന്നുമല്ല, അവിടെ ആരും എന്നെ തേടുന്നില്ല. നീ പോലും ഇപ്പൊ തേടി വന്നിരിക്കുന്നത് നിന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. കാക മാത്രമല്ല കുഷിരോയും ഇപ്പൊ നിന്റെ കൂടെയല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണുമ്പോ ദയ തോന്നുന്നുണ്ടാവും അല്ലേ. യുമിനി നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ നിന്നെ തേടിയാ വന്നത്. നീ ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എത്ര സമാധാനമായെന്നറിയോ എന്ന് പറഞ്ഞ് അയൂമി അവളെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അതൊന്നും യുമിനി കേൾക്കുന്ന ഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് കൊഷീരയും കാഗയും കൂടെ വരികയാണ്. കാക വേഗം അയൂമിയുടെ അടുത്ത് ചെന്ന് അയൂമിനി ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. കൊഷീരോ ആണെങ്കിൽ നേരെ യുമിനിയുടെ അടുത്ത് ചെന്ന് യുമിനി ഞാൻ നിനക്ക് വേണ്ടിയിട്ടാ വന്നത് എന്ന് പറയാണ്. പക്ഷെ യുമിനി അവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയും നീ എന്തിനു കള്ളം പറയുന്നത്, നീ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ ശരീരത്തിന് വേണ്ടിയിട്ടല്ല വന്നത് എന്ന് പറയാണ്. അവനത് നിരസിച്ചില്ല. ശരിയാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല. നീ ഇനിയും ഇതേപോലെ തന്നെ തുടരുകയാണെങ്കിലും അല്ലെങ്കിൽ പഴയപടി നിന്റെ രൂപത്തിലേക്ക് വരികയാണെങ്കിലും എനിക്ക് നിന്നോട് ഒരിക്കലും പ്രണയം തോന്നുകയില്ല. കുഷിരോ അങ്ങനെ പറഞ്ഞതും യുമിനി ആകെ തേങ്ങി കരയാൻ തുടങ്ങി. കാക അവന്റെ അടുത്ത് നീ എന്തൊക്കെയാ പറയുന്നത്, എന്തിനു ഇത്രയ്ക്ക് ഹാഷായിട്ട് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുഷിരോ തുടർന്നു, എന്നാൽ എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹം ഉണ്ടാവും, നീ കടന്നു വന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സിമ്പതിയും. പക്ഷെ അതല്ലാതെ നീ അയൂമിയുടെ ജീവിതത്തിൽ തന്നെ തുടരാനാണ് വിചാരിക്കുന്നതെങ്കിൽ നിന്നോട് എനിക്ക് വെറുപ്പും ഇഷ്ടക്കേടും സാധാവും മാത്രമേ കാണൂ എന്ന് പറയാണ്. അപ്പൊ കാഗയും യുമിനിയുടെ അടുത്ത് യുമിനി നീ എന്തിനങ്ങനെ എല്ലാവരും തെറ്റായിട്ട് തന്നെ കാണുന്നത്. കുഷിരോ ആയാലും അയൂമി ആയാലും ആദ്യമേ തന്നെ നിന്റെ അടുത്ത് മിണ്ടാനും നിന്റെ അടുത്ത് ഇണങ്ങാനും എല്ലാം ട്രൈ ചെയ്തിരുന്നു. അവരെല്ലാം മാറ്റി നിർത്തിയത് നീയാണ്. എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം പഴിച്ചാ അതെങ്ങനെ ശരിയാവാ. നീ ആരുടെ അടുത്തും ഇണങ്ങാതെ ഇപ്പൊ നിനക്ക് ഓക്കെ ടൈമില് എല്ലാവരും നിന്റെ അടുത്ത് ഫ്രണ്ട്സ് ആകണമെന്ന് വിചാരിച്ചാൽ നടക്കുവോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അയൂമി ഒന്ന് നിർത്തോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഈസിയാണെന്നാണോ. യുമിനിയുടെ അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ യുമിനിയായിട്ട് മാറിയ സമയത്ത് ആരും എന്നെ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്നെ വിശ്വസിച്ചോ. എൻ്റെ അമ്മയോ എൻ്റെ സുഹൃത്തുക്കളോ നിങ്ങളോ വിശ്വസിക്കുന്നത് പോട്ടെ, കേൾക്കാൻ പോലും തയ്യാറായില്ല. അതുമാത്രോ എന്നെ അഗ്ലി എന്ന് വിളിച്ച് എത്ര പേരായിരുന്നു ഒരു കളിയാക്കിയത്. നിങ്ങൾക്കിടയിൽ തന്നെ ഞാൻ ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതേപോലെ തന്നെയല്ലേ യുമിനിക്കും. അവൾക്കൊറ്റയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക. ഇത്രയും കാലം അവൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അയൂമി കരയാൻ തുടങ്ങി. കായ്ക്കും കൊഷീരയ്ക്കും അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വിഷമം തോന്നുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് യുമിനി ഒരുമാതിരി ഭ്രാന്തമായിട്ട് ചിരിക്കാൻ തുടങ്ങി. നിങ്ങളൊന്നും മതിയാക്കുന്നുണ്ടോ, കുറെ നേരമായാലോ നല്ല പിള്ള ചമയാൻ. നിങ്ങളൊക്കെ ശരിയും എല്ലാ തെറ്റും എന്റെ ഭാഗത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ലല്ലോ നിങ്ങളൊക്കെ ജനിക്കുമ്പോഴേ സുന്ദരനും സുന്ദരിയൊക്കെ അല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഭംഗി വാക്കുകൾ പറഞ്ഞ് ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ മുഖം വെച്ചിട്ടാണ് നീയൊക്കെ ജനിച്ചതെന്ന് വെച്ചാ ഇതേപോലെ പറയോടാ എന്ന് പറഞ്ഞ് അവൾ അയൂമിയെ പിടിച്ച് വലിക്കുകയാണ്. പിന്നെ കാക നീ എന്താ പറഞ്ഞത്, അയൂമിയെ കാണാൻ എങ്ങനെ ഇരുന്നാലും നീ അവളെ പ്രേമിക്കുന്നോ. അതാദ്യം അവളെ കാണാൻ ഭംഗിയുണ്ടായിരുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ അവളുടെ മുഖത്തേക്ക് പോലും നോക്കുമായിരുന്നോടാ എന്ന് പറയാണ്. എന്നിട്ട് അവൾ അയൂമിയോട് പിന്നെ നീ വലിയ നല്ലവളൊന്നും അല്ലല്ലോ. നിന്റെ മുഖം ഇപ്പൊ കാണാൻ ഒരുപാട് അഗ്ലിയാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ സൗന്ദര്യമുള്ള പഴയ മുഖം വേണം. അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. അവളുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് കാക്കയ്ക്കും കുഷീരയ്ക്കും ആകെ ദേഷ്യം വരികയാണ്. കാക്ക അവളുടെ അടുത്ത് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞതിലൊക്കെ കുറ്റം മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് എന്ന് പറയാണ്. പക്ഷെ അത് കേട്ടപ്പോ യുമിനി കുറച്ചുകൂടി വയലന്റ് ആകാണ്. അവൾ അലറി വിളിക്കാൻ തുടങ്ങി. അതേടാ നിങ്ങളൊക്കെ ഇങ്ങനെ പറയും, കാരണം നിന്നെയൊക്കെ ഇതുവരെ ആരെങ്കിലും അഗ്ലി എന്ന് വിളിച്ചിട്ടുണ്ടോ. നീ അടുത്തുകൂടെ പോകുമ്പോ ഒരുമാതിരി അശ്രീകരം എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ. എന്നാൽ ഇതെല്ലാം എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അത് കേട്ട് അവർക്കും ആകെ എന്തോ പോലെ ആകാണ്. ആകെ മൊത്തം സൈലന്റ് ആയി. പെട്ടെന്ന് അവിടേക്ക് സെങ്കോ എന്ന് വിളിച്ച് യുമിനിയുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. അവർ അയൂമിയെ താണ്ടി ഇപ്പൊ അയൂമിയുടെ രൂപത്തിലിരിക്കുന്ന യുമിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അമ്മയ്ക്ക് എങ്ങനെ എന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ് യുമിനി ആകെ നെട്ടാണ്. അവര് നേരെ വന്ന് നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് യുമിനി ആഞ്ഞടിക്കാണ്. യുമിനി താഴെ വീണു. അതിനുശേഷം അവരെല്ലാവരുടെ അടുത്ത് സോറി പറയുകയും നീ എന്താ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, നീ അവരുടെ അടുത്ത് ക്ഷമ ചോദിക്കും, നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചേ എന്ന് പറഞ്ഞിട്ടും അവളുടെ കഴുത്തിനെ പിടിച്ച് തല കുനിക്കി അവരോട് ക്ഷമ ചോദിക്കി സോറി പറ എന്ന് പറഞ്ഞിട്ട് അവരോട് ഷൗട്ട് ചെയ്യാണ്. ഇതൊക്കെ കണ്ടിട്ടും അയ്യൂമിക്കും മറ്റുള്ളവർക്കും വിഷമമാകാണ്.
അന്നേരം യുമിനി പെട്ടെന്ന് അവളുടെ കൈ തട്ടി മാറ്റുകയും മതിയാക്കിക്കോ, ഇത്രയും കാലം ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് അമ്മയാണെന്ന് പറഞ്ഞ് അധികാരം കാണിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിലവിളിക്കുകയും ചെയ്യാണ്. അവരാകെ സൈലന്റ് ആവുകയും പിന്നീട് യുമിനിയെ നോക്കി ചിരിക്കുകയും ചെയ്യാണ്. എന്താ ഇതിന് മാത്രം ചിരിക്കുക, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ അടുത്ത്, നിനക്കിപ്പം നല്ല സൗന്ദര്യമുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മോൻ കിട്ടി, പക്ഷെ നിന്റെ അകത്തുള്ള സ്വഭാവം, നിന്റെ ആ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയാണ്. അവർ കൂടി അങ്ങനെ പറഞ്ഞതും അവൾക്ക് സഹിക്കാനായില്ല. അവളവിടെ എണീറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു കത്തിയെടുക്കുകയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊരിക്കലും ഫാമിലി ആയിട്ട് കണ്ടിട്ടില്ല, പിന്നെ ഈ ശരീരം വിട്ടതോടെ നിങ്ങൾ ഇന്നെ തൂക്കിയെറിയായിരുന്നു എന്ന് പറഞ്ഞ് ആ ബാഗ് എടുത്ത് അവരുടെ മേലെ വലിച്ചെറിയുകയും അവിടുന്ന് ഓടി മുകളിലേക്ക് പോവുകയും ചെയ്യാണ്. യുമിയും കാഗിയും അവളുടെ പുറകെ ഓടുന്നു. യുമിനി നേരെ മുകളിൽ ചെന്ന് അവിടുന്ന് താഴേക്ക് ചാടാനായിട്ട് നിൽക്കുമായിരുന്നു. യുമിനി ഒന്നും ചെയ്യല്ലേ, ഇങ്ങോട്ട് വാ, നീ അത് ആപത്താണ് എന്ന് പറഞ്ഞിട്ട് ആ യുമി അവളെ തിരിച്ചു വിളിക്കുകയാണ്. പക്ഷെ അവളുണ്ട് കേൾക്കുന്നു, എന്റെ അടുത്തേക്ക് വരരുത്, നിനക്കൊന്നും മതിയായില്ല അഭിനയിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അയ്യോമി കുറ്റം പറയാണ്. കൊഷീരയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട്, നീ എന്തൊക്കെയാ പറയുന്നത്, അവൾ അഭിനയിക്കുന്നതല്ല, നിന്റെ അടുത്തുള്ള ശരിക്കുള്ള കെയർ കൊണ്ട് അവൾ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാണ്. അന്നേരം യുമിനിയാകെ കരയുകയും ഭയങ്കര ഇമോഷണൽ ആവുകയും ചെയ്യാണ്. ഞാൻ ഇങ്ങനൊന്നുമല്ല ആഗ്രഹിച്ചത്, അയ്യൂമിയുടെ ജീവിതം സ്വന്തമാക്കി കൊഷീരയുടെ ഗേൾഫ്രണ്ടായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഞാൻ വിചാരിച്ച്, ഇങ്ങനെയെല്ലാം ഒന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാം അവസാനിച്ചു. നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരിമാരും നല്ല മനസ്സിന് ഉടമയൊക്കെയല്ലേ, ആ വേദനയെല്ലാം ഞാൻ നിങ്ങളെ അനുഭവിപ്പിക്കും എന്നും പറഞ്ഞ് അവൾ ആ കത്തിയെടുത്ത് അയ്യൂമയുടെ മുഖം കീറാനായിട്ട് പോവാണ്. യുമിനി, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കാഗിയും അവളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് പോവാ. അപ്പോഴേക്കും യുമിനി എന്ന് വിളിച്ചിട്ട് അവളുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. അവരവളുടെ അടുത്തേക്ക് ചെന്നതും യുമിനി ആകെ പേടിച്ച് പുറകോട്ട് പോവാണ്. കത്തി താഴെയിടാൻ പറഞ്ഞ് അവൾ കേൾക്കാതായപ്പോ അവർക്ക് നേരെ കൈ ആഞ്ഞു വീശാണ്. അവര് കൈയോങ്ങിയതും യുമിനി ആകെ പേടിച്ച് അവളുടെ മുഖം താഴ്ത്തുകയാണ്. അവളെ അങ്ങനെ കണ്ട് അവർക്ക് ഒരുപാട് വിഷമാവുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നോട് ക്ഷമിക്കുക യുമിനി, ഞാൻ നിന്നെ ഈ അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു, നിന്നെ ഒറ്റയ്ക്കാക്കിയതിന് എൻ്റെ അടുത്ത് ക്ഷമിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. എല്ലാവർക്കും വിഷമാവുകയാണ്. യുമിനിയും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ അവരെ തട്ടിമാറ്റുകയും, ഇതിനൊക്കെ ഒരുപാട് വൈകിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. എന്നാൽ അപ്പൊ തന്നെ അയ്യൂമി, അങ്ങനെയല്ല, ഒട്ടും വൈകിയിട്ടില്ല എന്ന് പറയാണ്. ഞാൻ ആദ്യം നീയായിട്ട് മാറിയ സമയത്ത് എന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, ഞാൻ ആ ക്ലാസ്സിൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് ഒരിക്കൽ കാക എന്നെ കണ്ടെത്തി, അവൻ എൻ്റെ കൂടെ തന്നെ നിന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മളെ അറിയാൻ, നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അപ്പൊ കാഗയോ അവളുടെ അടുത്ത്, യുമിനി, ഞാൻ നിന്റെ അടുത്ത് കുറെ നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിന്റെ ഗട്സ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ കൊഷീരോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൊഷീരോയും, അതെ, നീ നിന്റെ ജീവിതം തന്നെ പണയം വെച്ചു, അതുവഴിയാണ് നീ ഞങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ അയ്യൂമിയും തുടർന്ന്, ഇപ്പം നിനക്ക് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല യുമിനി എന്ന് പറയാണ്. വീണ്ടും ഭംഗിവാക്കുകൾ പറയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇത് ഭംഗിവാക്കുകൾ തന്നെ ആയിരിക്കാം, പക്ഷെ ഇതെല്ലാം സത്യമാണ് എന്ന് പറയാണ് യുമി. അവൾ ആ കത്തി താഴെ ഇടുകയും അവിടെ ഇരുന്ന് കരയാനും തുടങ്ങി. അങ്ങനെ അവസാനം യുമിനിയുടെ മനസ്സ് മാറി. അങ്ങനെ അടുത്ത ദിവസമായി റെഡ് മൂൺ വന്നു. കൊഷീരയുടെ പ്ലാൻ പടി തന്നെ ഞങ്ങളെല്ലാം നടത്തി. ആദ്യം ഞാനും കാഗയും തമ്മിലാണ് മാറിയത്. അതിനുശേഷം കൊഷീരയും യുമിനിയും തമ്മിൽ സ്വിച്ച് ചെയ്തു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അവസാനത്തെ റെഡ് മൂണിൻ്റെ അന്ന് ഞങ്ങൾ 4 പേരും ഒരുമിച്ചെത്തി. ഇപ്പൊ കൊഷീരയുടെ ശരീരത്തിൽ ഞാനും കാഗയുടെ ശരീരത്തിൽ യുമിനിയുമാണ്. താഴെ ഞങ്ങളുടെ ശരീരത്തിൽ കാഗയും കൊഷീരയും ഉണ്ട്. ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ മുകളിൽ നിന്നത്. യുമിനി അന്നേരം അവളോട് നന്ദി പറയുന്നുണ്ട്. അയ്യൂമി കാഗ അവൾക്ക് നൽകിയ സ്ലൈഡ് ഒരുക്കി പിടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് 2 പേരും ഒരുമിച്ച് താഴേക്ക് ചാടാണ്. അങ്ങനെ എല്ലാം പൂർത്തിയായി, എല്ലാം ശുഭപര്യവസായിയായി. അവർക്കെല്ലാവർക്കും അവരുടെ ശരീരം തിരികെ കിട്ടി. അവിടെ കട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ അയ്യൂമിയുടെ വീട് കാണിക്കുകയാണ്. എല്ലാം പഴയതുപോലെയായി. അവൾക്ക് നഷ്ടമായെന്ന് വിശ്വസിച്ച അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം സ്നേഹം അവൾക്ക് വീണ്ടും തിരികെ കിട്ടി. അതേപോലെ തന്നെ കുഷിരയുടെയും കാഗയുടെയും ഫ്രണ്ട്ഷിപ്പും. ഒരുപാട് ദിവസത്തിന് ശേഷം അവർ വീണ്ടും പഴയതുപോലെ ഇപ്പോൾ സ്കൂളിലേക്ക് പോവാണ്. ഇവിടെ യുമിനിയുടെയും അമ്മയുടെയും ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ വീണ്ടും പഴയ പോലെ സ്നേഹിക്കാൻ പഠിക്കുകയാണ്. അതേപോലെ മറ്റൊരിടത്ത് ആ ലേഡി ഉണ്ടല്ലോ, അവർ ആ തത്തമ്മയെ സ്വതന്ത്രമാക്കുകയും തനിക്ക് ഇപ്പോഴുള്ള ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്കൂള് കാണിക്കുകയാണ്. വീണ്ടും ഇവരെല്ലാവരും പഴയ പോലെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. കാക എന്നത്തെയും പോലെ, എടാ ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തിട്ടില്ല, കുറച്ച് തലവേദനയായിട്ട് കിടന്നുപോയി, നിങ്ങളുടെ ഹോംവർക്ക് ഒന്ന് എനിക്ക് തന്നെ എന്ന് പറയാണ്. അപ്പൊ കൊഷീര, നിന്റെ തലവേദന എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയാം എന്ന് പറയാണ്. അയ്യമ്മയാണെങ്കിൽ, നീ ആ ഗെയിം നിർത്തുന്നത് നല്ലത്, അല്ലെങ്കിൽ നീ വീണ്ടും ഫെയിൽ ആകും എന്ന് പറയാണ്. ചേടാ, നീ എൻ്റെ അമ്മയാണെന്ന് പോലെയാണല്ലോ സംസാരിക്കുന്നത്, ഒന്ന് പോയിക്കേ എന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് കൊഷീരോ, അയ്യൂമി ഇത് നിന്റെ ക്ലിപ്പാണോ, എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് കാഗ അയ്യൂമിക്ക് കൊടുത്തിരുന്നില്ലേ ആ ക്ലിപ്പ് കൊടുക്കുന്നത്. അവളെ ലാസ്റ്റ് ടൈം സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് അവളുടെ കൈവശം ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടതും അവൾക്ക് ആകെ എന്തോ പോലെ തോന്നാണ്. കാഗയ്ക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിയാം, എന്നാൽ കൊഷീരയും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അറിയാം. രണ്ടുപേരും അവൾക്ക് പ്രിയപ്പെട്ടവരാണ്, ആരെയും വിഷമിപ്പിക്കാൻ അവൾക്ക് പറ്റില്ല. കൊഷീരോ, കാഗ ഒന്ന് നിന്നേ. അവളൊന്ന് ആലോചിച്ചതിന് ശേഷം അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. എന്നെ തിരികെ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി, പക്ഷേ ഇനി കൊഷീരയുടെ ഗേൾഫ്രണ്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്നാൽ അതേപോലെ തന്നെ കാഗയെ ഡേറ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങളുടെ ഒപ്പം പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് വീണ്ടും മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് അവളെ നോക്കി നിൽക്കുക. അപ്പൊ കാക, കുഷിരോ ഒരു 2 മിനിറ്റിന് എനിക്ക് അയ്യൂമി കടം തരണം കേട്ടോ എന്ന് പറഞ്ഞ് അയ്യൂമിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. എന്നിട്ട് അവൻ അവളുടെ അടുത്ത്, എടി പെണ്ണേ നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ അത് നല്ലൊരു ഫ്രണ്ടായിട്ടാണ്. നീ സത്യത്തിൽ ആരെയാ സ്നേഹിക്കുന്നത്? നീ നിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്ക്. കൊഷീരോ, നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും സഫർ ചെയ്തതെല്ലാം അവനാണ്. അവൻ കംപ്ലീറ്റ് ആയിട്ട് ജയിച്ചു കളഞ്ഞു. അപ്പൊ എന്റെ പൊന്നുമോള് ഇങ്ങനെ എടുത്ത് ചാടി തീരുമാനമൊന്നും എടുക്കാതെ ഒന്ന് ഇരുന്ന് ആലോചിക്കേ, നിനക്ക് മനസ്സിലാവും കേട്ടോ. അവൻ അവളെ എത്രത്തോളം ഇഷ്ടമാണെന്നും ഒരുപാട് വിഷമം ഉള്ളിലൊതുക്കിയിട്ടാണ് താങ്കൾക്ക് വേണ്ടി ഈ കാര്യം പറഞ്ഞതെന്നും അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവൾ കരഞ്ഞുകൊണ്ട് കാക്കയ്ക്ക് നന്ദി പറയാണ്. താങ്ക് യു കാക, ഇനി ഈ ക്ലിബിന്റെ ആവശ്യം നിനക്കില്ല എന്ന് പറഞ്ഞ് ആ ക്ലിബ് അവൻ വാങ്ങാണ്. എന്നാൽ നമ്മുടെ കാക എപ്പോഴും കൂളല്ലേ. അവൻ അവളുടെ അടുത്ത് ചിരിച്ചിട്ട്, അപ്പൊ ശരി നീ എല്ലാം തീരുമാനമാക്കിയിട്ട് വാ, ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും അവിടേക്ക് കൊഷീരയും വരികയാണ്. കാക്ക എവിടെ പോയി, അവൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാം. അവളൊന്നുമില്ല എന്ന് പറഞ്ഞ് കൊഷീരയോട് പുഞ്ചിരിക്കുകയാണ്. കാക്കയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ കൊഷീരയുടെ സ്നേഹവും ചെറുതല്ല. സോ അവരാണ് ഒന്നിക്കുന്നത്. സീൻ അവിടെ കട്ട് ചെയ്താ തീ കാക്ക ക്ലാസ് റൂമിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്ലാസ്സിന് പുറത്ത് യുമിനി അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്നത് കാണുന്നത്. അവൾ ഇത്രയും നാളും ആ യുമിയുടെ ശരീരത്തിലായിരുന്നല്ലോ. അപ്പൊ ഇപ്പോൾ അകത്തേക്ക് കയറാൻ പേടിയായിട്ട് മടിച്ചു നിൽക്കായിരുന്നു. അവളെ കണ്ടപ്പോൾ കാക്കി ആ യുമിനിയുടെ ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ അവർ എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യമെല്ലാം ഓർമ്മ വരികയാണ്. അവന്റെ ഇഷ്ടത്തിന് മറുപടി തരാന്ന് വരെ ആ യുമി പറഞ്ഞതായിരുന്നു. അവനെന്തെല്ലാം ഓർത്ത് വിരുമ്പി കരയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കരച്ചിലെല്ലാം ഒരു പുഞ്ചിരിയിൽ മറച്ചു വെച്ച് അവൻ യുമിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. യുമിനി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ഫണ്ണി ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. അതിനുശേഷം അല്ല ഇന്ന് മുടിയൊക്കെ എങ്ങനെ ഇട്ടിരിക്കുന്നത്, ഈ ഹെയർ പിൻ കുത്തിക്കേ എന്ന് പറഞ്ഞിട്ട് ആ യുമിനിയുടെ അടുത്ത് വാങ്ങിയില്ലേ ആ ഹെയർ പിൻ അവൾക്ക് കുത്തി കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ക്ലാസ്സിലോട്ട് കയറിക്കേ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തള്ളി ക്ലാസ്സിലേക്ക് കയറ്റുകയാണ്. പാവാകെ പേടിച്ചു ചുറ്റും നോക്കാം. പക്ഷെ ക്ലാസ്സിലെല്ലാവരും ഇപ്പോൾ ഓൾറെഡി യുമിനിയുടെ അടുത്ത് കമ്പനി ആയല്ലോ. അവരെല്ലാരും ആ യുമിനി നീ എത്തിയോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. മറ്റേ അയ്യൂമിയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മിച്ചു മരിയ എന്ന് പറഞ്ഞിട്ട് അവരും യുമിനിയുടെ അടുത്ത് വന്ന്, നിന്റെ ഹെയർ പിൻ കറക്റ്റ് ആയിട്ടില്ലല്ലോ, ഞങ്ങൾ വെച്ച് തരാം എന്ന് പറഞ്ഞ് അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്കിന്ന് വൈകിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ, അവിടുത്തെ പാൻ കേക്ക്സ് അടിപൊളിയാണെന്നാ കേട്ടെ എന്ന് പറഞ്ഞ് ഇവളുമായിട്ട് ഒരുമിച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്. അതൊക്കെ കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകാണ്. തന്റെ ലൈഫ് ഒരിക്കലും പണ്ടത്തെ പോലെ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ സന്തോഷം കണ്ടിട്ട് കാകയും പുറത്തു നിന്ന് ചിരിക്കുകയാണ്. ഇതോടുകൂടിയിട്ടാണ് ഈ സീരീസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ് സ്വിച്ച്ഡ് എന്ന ഈ ജാപ്പനീസ് ഡ്രാമ? അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻസിലൂടെ അറിയിക്കുക. അടുത്ത ഏതെങ്കിലും സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.